പരിശുദ്ധ കന്യകാമറിയത്തെ സംബന്ധിച്ച പരമ്പരാഗത വിശ്വാസ സത്യങ്ങളിലും സഭാ പഠനങ്ങളിലും കത്തോലിക്ക സഭ മാറ്റങ്ങൾ വരുത്തി എന്ന രീതിയിൽ വത്തിക്കാന്റെ പുതിയ രേഖയെ വ്യാഖ്യാനിക്കുകയും പരിശുദ്ധ മറിയത്തിന്റെ അനന്യതയും ആത്മീയ മാതൃത്വവും നിഷേധിക്കുന്ന ഇതര സമൂഹങ്ങളുടെ പഠനങ്ങൾ ഒടുവിൽ കത്തോലിക്ക സഭ അംഗീകരിച്ചതായി പ്രസ്താവിക്കുകയും ചെയ്യുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിക്കുകയാണ്. 2025 നവംബർ മാസം 4-ാം തീയതി ചൊവ്വാഴ്ചയാണ് വിശ്വാസ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രി ലയോ 14 പാപ്പയുടെ അംഗീകാരത്തോടെ പരിശുദ്ധ മറിയത്തിന്റെ ശീർഷകങ്ങളെ സംബന്ധിച്ചുള്ള പുതിയ രേഖ മാറ്റർ പോപ്പുലി ഫിദലിസ് പ്രസിദ്ധീകരിച്ചത്. രേഖയിൽ പരിശുദ്ധ മറിയത്തോടുള്ള മാതൃവണക്കം സഭയുടെ സമ്പത്താണെന്ന് പരാമർശിക്കുന്നു. എന്നാൽ സഹരക്ഷക, മധ്യസ്ഥ എന്നീ ശീർഷകങ്ങൾ യേശുക്രിസ്തുവിന് മാത്രമുള്ളതാണെന്നും അതിനാൽ ഇത്തരം ശീർഷകങ്ങളാൽ പരിശുദ്ധ മറിയത്തെ വിശേഷിപ്പിക്കുന്നത് അനുചിതമാണെന്നും രേഖയിൽ പരാമർശിക്കുന്നു. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കും പോലെ വിശ്വാസ തിരുസംഘത്തിന്റെ ഈ പഠനം സഭയുടെ നിലവിലുള്ള ഏതെങ്കിലും ഒരു വിശ്വാസ സത്യത്തെ തിരുത്തുകയോ അല്ലെങ്കിൽ മാറ്റുകയോ അല്ല, മറിച്ച് ആശയക്കുഴപ്പങ്ങൾക്കിടയാക്കിയിട്ടുള്ള ഒരു വിഷയത്തിൽ വ്യക്തത നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:12 യഥാർത്ഥവും മാറ്റമില്ലാത്തതുമായ സത്യത്തെ, അതായത് ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകൻ എന്ന സത്യത്തെ സംരക്ഷിക്കുകയാണ് സഭ ഇവിടെ ചെയ്തത്. മറിയം സഹരക്ഷകയാണെന്ന സഭ ഇതിനു മുൻപ് ഒരിക്കലും ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. അതൊരു അഭിപ്രായവും ഭക്തിപ്രകടനവും മാത്രമായി നിലകൊള്ളുന്ന ഒരു കാര്യമായിരുന്നു. അതോടൊപ്പം രക്ഷാകര ചരിത്രത്തിൽ പരിശുദ്ധ മറിയത്തിന്റെ സഹകരണം എത്രത്തോളം നിർണായകമായിരുന്നു എന്നത് രേഖ വിശദമാക്കുകയും ചെയ്യുന്നുണ്ട്. 1 തിമോത്തിയോസ് 2:5 പ്രകാരം, എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു എന്ന പരിശുദ്ധ വചനം അടിസ്ഥാനമാക്കിയാണ് പരിശുദ്ധ മറിയത്തിന് മധ്യസ്ഥ എന്ന വിശേഷണത്തിന്റെ ഉപയോഗത്തിൽ വത്തിക്കാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിയുള്ള സന്ദർഭങ്ങളിലാണ് മധ്യസ്ഥ എന്ന ശീർഷകം അസ്വീകാര്യമാകുന്നതെന്ന് രേഖയിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നു. എന്നാൽ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നതിലേക്ക് നയിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥത ഉചിതമാണെന്ന് രേഖ പരാമർശിക്കുന്നു. അതായത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായുള്ള ക്രിസ്തുവിന്റെ അനന്യത തള്ളി പറയാത്ത വിധത്തിൽ പരിശുദ്ധ മറിയത്തിന്റെ സഹായം തേടുന്നത് രേഖ അസ്വീകാര്യമായി കണക്കാക്കുന്നില്ല. അതേസമയം പരിശുദ്ധ മറിയത്തെ സംബന്ധിച്ച കത്തോലിക്ക സഭയിലെ 4 വിശ്വാസ സത്യങ്ങൾ ഒരു മാറ്റവുമില്ലാതെ നിലകൊള്ളുന്നു. പരിശുദ്ധ മറിയത്തിന്റെ ദൈവമാതൃത്വം, നിത്യകന്യകാത്വം, സ്വർഗാരോപണം, അമലോത്ഭവം എന്നിവയാണ് ആ വിശ്വാസ സത്യങ്ങൾ. ഒപ്പം വിശ്വാസികളുടെ മാതാവ്, ആത്മീയ മാതാവ്, വിശ്വാസ ജനതയുടെ അമ്മ തുടങ്ങിയ ശീർഷകങ്ങൾ ഉപയോഗിക്കുന്നതിനെ വത്തിക്കാന്റെ പുതിയ രേഖ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. പരിശുദ്ധ അമ്മ ഒരിക്കലും ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടേണ്ടവളല്ല. അത് കത്തോലിക്ക സഭ ഒരിക്കലും പഠിപ്പിച്ചിട്ടുമില്ല, പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. മാത്രമല്ല, അപ്രകാരമുള്ള കപട ഭക്താഭ്യാസങ്ങൾ അമ്മയെ ഏറെ വേദനിപ്പിക്കുകയും ചെയ്യുന്നവയാണ്. തന്റെ പുത്രന്റെ രക്ഷയിലേക്ക് മനുഷ്യമക്കളെ നയിക്കുക എന്നതാണ് അമ്മയുടെ ഒരേയൊരാഗ്രഹവും ദൗത്യവും. പരിശുദ്ധ മറിയം ഒരിക്കലും രക്ഷകയല്ല, രക്ഷകന്റെ അമ്മയാണ്. പലരും പടച്ചുവിടുന്നത് പോലെ കത്തോലിക്ക സഭയിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള അത്യുത്കൃഷ്ട സ്ഥാനത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അവൾ സഭയുടെ അമ്മയാണ്. അപേക്ഷിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത സ്വർഗാരോപിത രാജ്ഞിയാണ്. കൃപയുടെ മാതാവ്, എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നീ തലക്കെട്ടുകൾ സ്വീകാര്യമായി കണക്കാക്കപ്പെടാമെങ്കിലും തെറ്റിദ്ധാരണാജനകമായ വിധത്തിലുള്ള ഈ പദങ്ങളുടെ ഉപയോഗത്തിനെതിരെയും വത്തിക്കാന്റെ പുതിയ രേഖ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അടിസ്ഥാനപരമായി പരിശുദ്ധ മറിയവുമായി ബന്ധപ്പെട്ട വണക്കങ്ങൾ എല്ലാം ക്രിസ്തുവിലേക്കും അവിടുത്തെ രക്ഷയിലേക്കും നയിക്കണമെന്ന കത്തോലിക്ക സിദ്ധാന്തത്തെ അടിവരയിടുക മാത്രമാണ് പുതിയ രേഖ ചെയ്തിട്ടുള്ളത്. ഇതാ നിന്റെ അമ്മ എന്ന കുരിശിലെ വാക്കുകളിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് യേശു നൽകിയ ആത്മീയ മാതൃത്വം നെഞ്ചോട് ചേർത്ത് സൂക്ഷിച്ചിട്ടുള്ള കത്തോലിക്ക സഭയ്ക്ക് പരിശുദ്ധ മറിയം എക്കാലത്തെയും പോലെ ഇനിയും സ്വന്തം അമ്മ തന്നെയായിരിക്കും. അപ്പസ്തോലന്മാരും സഭാപിതാക്കന്മാരും സഭയുടെ പാരമ്പര്യവും പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിട്ടുള്ള അത്യുത്കൃഷ്ട സ്ഥാനം എക്കാലവും സഭയിൽ തുടരുക തന്നെ ചെയ്യും. പരിശുദ്ധ അമ്മ വിവിധ പ്രത്യക്ഷീകരണങ്ങളിലൂടെ നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ സഭ ഇനിയും പിന്തുടരുകയും പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. കാരണം പരിശുദ്ധ അമ്മ, അവൾ സഭയുടെ അമ്മയാണ്, വിശ്വാസികളുടെ മാതാവാണ്.